നമസ്കാരം. ലോകരാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും സുരക്ഷാ വിദഗ്ധരും ഒത്തുചേരുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനം ഇത്തവണ ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്വാധീനവും പ്രാധാന്യവും വ്യക്തമാക്കുന്ന ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇന്ത്യൻ നേതാക്കൾക്ക് ലഭിച്ചതെങ്കിൽ, നേരെ വിപരീതമായ അനുഭവമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനുണ്ടായത്. ഒരു രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും ആ രാജ്യത്തെ നേതാക്കൾക്ക് ലഭിക്കുന്ന ബഹുമാനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് മ്യൂണിക്കിലെ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നത്. ലോകക്രമത്തിലെ നിർണായക ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന നയതന്ത്ര തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു സമ്മേളന നഗരിയിലെ ദൃശ്യങ്ങൾ. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് നേരിടേണ്ടി വന്ന പ്രോട്ടോകോൾ ലംഘനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഉന്നത നയതന്ത്ര പ്രതിനിധികൾക്കും സൈനിക മേധാവികൾക്കും നൽകുന്ന പ്രത്യേക പരിഗണനകളൊന്നും അസിം മുനീറിന് ലഭിച്ചില്ല എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഒരു സാധാരണ അതിഥിയെപ്പോലെ മുനീറിനെ തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖ പരിശോധിച്ച നടപടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറി. സുരക്ഷാ ഉദ്യോഗസ്ഥ അസിം മുനീറിന്റെ ID കാർഡ് ആവശ്യപ്പെടുകയും അത് തിരിച്ചിട്ട് കാണിക്കുവാൻ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വൈറലായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആഗോള സ്വാധീനം ഇല്ലാതാകുന്നതിന്റെ തെളിവാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അസിം മുനീർ നേരിട്ട ഈ അനുഭവത്തിന് നേർ വിപരീതമായിരുന്നു മ്യൂണിക്കിൽ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം. ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവർക്ക് ലോകത്തെ പ്രമുഖ രാഷ്ട്രത്തലവന്മാരും സാമ്പത്തിക വിദഗ്ധരും നൽകിയ പരിഗണന ഇന്ത്യയുടെ വളർന്നു വരുന്ന കരുത്തിന്റെ പ്രതിഫലനമായിരുന്നു. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മേധാവി ക്രിസ്റ്റ്യൻ ലഗാർഡ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെ ആഗോള സമൂഹം എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രതിനിധികളെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് മ്യൂണിക്കിലെ വേദി സ്വീകരിച്ചത്. ഇന്ത്യയുടെ ഡിജിറ്റൽ മുന്നേറ്റങ്ങളെയും സാമ്പത്തിക പരിഷ്കാരങ്ങളെയും ലോകരാജ്യങ്ങൾ പ്രശംസിച്ചപ്പോൾ പാകിസ്ഥാൻ പ്രതിനിധിക്ക് വെറുമൊരു സാധാരണ അതിഥി എന്ന പരിഗണന കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കൂടാതെ അസിം മുനീറിന്റെ സാന്നിധ്യത്തിനെതിരെ ജർമ്മനിയിലെ സിന്ധി രാഷ്ട്രീയ സംഘടനയായ JSMM നടത്തിയ പ്രതിഷേധം പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും അടിച്ചമർത്തലുകളെയും ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയ്ക്കും യൂറോപ്യൻ യൂണിയനും പരാതി നൽകിയ ഇവർ മുനീറിനെ സമ്മേളനത്തിന് ക്ഷണിച്ചത് ഖേദകരമാണെന്ന് പ്രഖ്യാപിച്ചു. സമ്മേളന നഗരിക്ക് പുറത്തു നടന്ന പ്രതിഷേധങ്ങൾ പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തരവും അന്തർദേശീയവുമായ വെല്ലുവിളികളെ തുറന്നു കാട്ടുന്നതായിരുന്നു. ഒരേ വേദിയിൽ ഒരു രാജ്യം ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന നേതാവായി തിളങ്ങിയപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധിക്ക് തന്റെ പദവി തെളിയിക്കുവാൻ ID കാർഡ് ഹാജരാക്കേണ്ടി വന്നു എന്നത് ആധുനിക നയതന്ത്ര ചരിത്രത്തിലെ കൗതുകകരമായ ഒരു വൈരുദ്ധ്യമായി അവശേഷിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.